وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. മനുഷ്യന് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു സംവിധാനിച്ചു. ഫീഹ ആ ഭൂമിയിലുണ്ട് ഫാകിഹത്തുൻ പഴവർഗ്ഗങ്ങളുണ്ട്, വന്നഖലു ഈച്ചപ്പനയുണ്ട്, ദാതുൽ അക്മാം പൂത്തുലച്ചു നിൽക്കുന്ന കുലകളുള്ള ഈത്തപ്പനകൾ, ഈത്തപ്പഴം കായ്ക്കാറായി നിൽക്കുന്ന കായ്ച്ചു വരുന്ന ഈത്തപ്പഴത്തിന്റെ കുലക്കാണ് കുമ്മ്. അക്മാം, കുമ്മെന്ന് പറഞ്ഞാൽ മൂടുന്നത് എന്നും അർത്ഥമുണ്ട്. കയ്യിനൊക്കെ കുമ്മുൽ ഖമീസ്, ഇപ്പോ കൈ മറയുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് കുമ്മ് എന്നാണ് അറബിയിൽ പറയാ. കുമ്മുൽ ഖമീസ്, ഷർട്ടിന്റെ ഒക്കെ നമ്മുടെ സ്ലീവിന് കുമ്മ് എന്ന് പറയാം, മറക്കുന്ന. അക്മാം, അപ്പോ ഈത്തപ്പഴത്തെ കവർ ചെയ്തുകൊണ്ട് ഒരു ആവരണം കൊടുത്തിട്ടാണ് അതിൽ അല്ലാഹു വളർത്തിക്കൊണ്ടുവരുന്നത്. ദാത്തുൽ അക്മാം വൽ ഹബ്ബു, പിന്നെ ധാന്യങ്ങളുണ്ട് ഇവിടെ. ദുൽ അസ്ഫി, ധാന്യങ്ങളാണെങ്കിൽ തന്നെയും അവയിൽ ദുൽ അസ്ഫ്, അസ്ഫുള്ളത്. അസ്ഫ് എന്ന് പറഞ്ഞാൽ ധാന്യത്തിന്റെ മുകളിലുള്ള കവറിങ്ങിനാണ്, അതിന്റെ മേലുള്ള തൊലിക്കാണ് അസ്ഫ് എന്ന് പറയാം. അപ്പൊ ആപ്പിളിന് എന്തില്ല? അസ്ഫില്ല. ആപ്പിൾ അങ്ങനെ തന്നെ ഓപ്പൺ ആണ്, അത് അങ്ങനെ കഴിച്ചാൽ മതി, തൊലി തുറക്കണ്ട. എന്നുവെച്ചാൽ റുമ്മാൻ, അതിന് അസ്ഫുണ്ട്. അരിക്കും ഗോതമ്പിനും അസ്ഫുണ്ട്, ദുൽ അസ്ഫി. അപ്പൊ അതിന് ഉള്ളിൽ കിടക്കുന്നത് മനുഷ്യനും അതിന്റെ തൊലി മൃഗങ്ങൾക്കും, ദുൽ അസ്ഫി. അപ്പൊ അങ്ങനത്തെ ധാന്യമുണ്ട്. ദുൽ അസ്ഫ്, കവറിംഗ് ഉള്ള, മേലെ അല്ലാഹു തആല പൊതിഞ്ഞു വെച്ചിട്ടുള്ള ധാന്യങ്ങളുണ്ട്, അതില്ലാത്തതുണ്ടെന്ന് അവിടെ തന്നെ മനസ്സിലായി. ഉള്ളു അങ്ങനത്തെ ധാന്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുമുണ്ട്. രണ്ട് രീതിയിലുള്ള ധാന്യങ്ങൾ. പിന്നെ വറൈഹാൻ, മനോഹരമായ സുഗന്ധമുള്ളത്. ഭക്ഷണപാനീയങ്ങളിൽ, ഭക്ഷണത്തിൽ, നമ്മുടെ ധാന്യങ്ങളിൽ റൈഹാൻ, സുഗന്ധമുള്ളതും അല്ലാഹു തആല പഠിപ്പിച്ചു. ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്നല്ലേ പറയാം. സ്കൂളിലൊക്കെ പണ്ട് അറബികൾ ഇവിടുന്ന് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇഞ്ചി, കുരുമുളക്, ഏലം. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളോട് പറഞ്ഞതല്ല, എന്താ പറയുക, ഈ സെന്റിനൊക്കെയാണ് അപ്പൊ സുഗന്ധം എന്ന് പറയല്. ഇഞ്ചി, കുരുമുളക്, ഏലൊക്കെയാണ് കൊണ്ടുപോകല്. അല്ലെ, അറബികൾ കൊണ്ടുപോകൽ സുഗന്ധദ്രവ്യങ്ങൾ. ഭക്ഷണത്തിന് സുഗന്ധം കിട്ടുന്നതാണ് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ. അങ്ങനെ മനസ്സിലായി. നമ്മള് സുഗന്ധം എന്ന് പറയുമ്പോഴേക്കും സെന്റൻസ് ഭക്ഷണത്. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നറിയില്ല. സുഗന്ധദ്രവ്യങ്ങൾ എന്നൊക്കെ എന്തിനാ ഇപ്പൊ സുഗന്ധം എന്ന് പറയുന്നത്? ഭക്ഷണത്തിന് സ്മെല്ല് നല്ല, അത് തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അതാണ് റൈഹാൻ. സ്പൈസസ് നമ്മൾ പറയുന്ന സ്പൈസുകൾ അതാണല്ലോ. ഭക്ഷണത്തിന്റെ ആ ഒരു വാസന, അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ, അതിന്റെ രുചി കൂട്ടുന്ന സാധനങ്ങളാണ് റൈഹാൻ. അതിൽ നമ്മുടെ മല്ലിയും കുരുമുളകും, ഇഞ്ചി, ഏലം, കുരുമുളകും ഒക്കെയാണ് ഇപ്പൊ പറയണത്. അതിനാണ് ഈ റൈഹാൻ എന്ന് പറയുന്നത്. മണമുള്ളതും മണമില്ലാത്തതും ഒന്നും അല്ലാഹു ടച്ച് ചെയ്യാതെ പോയിട്ടില്ല. അതാണ് അത്ഭുതം. എല്ലാ വിഷയങ്ങളും പറഞ്ഞതാണ്. നമ്മളൊക്കെ കാര്യമായിട്ട് ഈ ബഹാറാത്ത് എന്നാണ് ഇത് പറയാം. മസാല എന്ന് പറയുന്ന സാധനം. മസാല എന്ന് പറഞ്ഞാൽ മുസ്വാലിഹ എന്നാണ് ആ വാക്ക്. ഉറുദുവിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണത്. മുസ്വാലിഹ, ഭക്ഷണത്തെ നന്നാക്കിയെടുക്കുന്ന, മുസ്വാലിഹ്, സുൽഹാക്കി, സ്വാലിഹാക്കി എടുക്കുന്ന സാധനത്തിനൊക്കെയാണ് മസാല എന്ന് പറയാം. നമ്മളത് മസാല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മസാല എന്ന്, അതും പറയാം മസാല. അത് മുസ്വാലിഹയാണ്. ഭക്ഷണം വെന്തു, അതൊന്ന് ഉഷാറാക്കണ്ടേ, അതിനാണ് മുസ്വാലിഹ. അപ്പൊ അതിനെ കുറച്ച് ഫ്ലേവറൊക്കെ ചേർക്കുക, കുറച്ച് പൊടിയൊക്കെ ചേർക്കുക, അങ്ങനെ ടേസ്റ്റ് ഉള്ളതാക്കുക. അതിന് മുസാല സ്വപ്നാഹ എന്ന് പറഞ്ഞേ കൊണ്ട് അങ്ങനെ ഒരു കോഴി പാറി വന്ന കഥ പറഞ്ഞിരുന്നല്ലോ അല്ലെ. മസാല സ്വപ്നാഹ, കോഴിയല്ലേ അയലോക്കത്ത് നിന്ന് വന്നിട്ടുള്ളൂ, മസാലയൊക്കെ നമ്മളതല്ലേ തിന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. പോട്ടെ, അന്ന് വിഷയമായിട്ട് ബന്ധമൊന്നുമില്ല. ആപ്സി ആയത്തു ആനേത എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ കിട്ടുന്നതൊക്കെ വന്നോട്ടെ എന്ന് പറയുന്ന ഒരു ഇതേ, കിട്ടുന്നതൊക്കെ പോന്നോട്ടെ അല്ലേ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ അതില് മുസാലിഹ, അവിടെ വായിക്കുമ്പോൾ മസാല നമ്മൾ പറയാം. അപ്പൊ ഭക്ഷണത്തിന് ഫ്ലേവർ തന്നല്ലോ അല്ലാഹു തആല. നിങ്ങൾക്ക്
അല്ലാഹു തആല ഫീഹാ, ഭൂമിയെ പറ്റി പറഞ്ഞിട്ട് ആദ്യം ഭൂമിയും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മുടെ സസ്റ്റനൻസ്, നമ്മുടെ സർവൈവൽ ഭൂമിയിലാണ്. നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഭൂമിയിലേ പറ്റൂ. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ വിഷയം ആദ്യം പറയാം. ഭൂമിക്ക് വന്നു ഇവിടെ എന്താ കാണാനുള്ളത്? അതല്ല, ഇവിടെ നിനക്ക് ജീവിക്കണം, നിനക്ക് മരിക്കാതെ അല്ലെങ്കിൽ നിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നിന്റെ ആയുഷ്കാലം കഴിച്ചു കൂട്ടണം. അതിന് നിനക്ക് ഭക്ഷണം വേണം, അല്ലേ? ഫീഹാ ഫാക്കിഹ, അവിടെ അല്ലാഹു നിനക്ക് പഴവർഗ്ഗങ്ങൾ തന്നു. വന്നഹ്ലു, ഈത്തപ്പനയും തന്നിട്ടുണ്ട്. കേരളക്കാരായി നമ്മളോടൊപ്പം എന്താ ഈത്തപ്പന പറയുന്നത്, അല്ലേ? ഇൻഷാല്ലാഹ് പറയാം എന്താണ് അതൊക്കെ പറയാൻ കാരണം. അല്ലാഹു തആല ഭൂമിയെ തന്നു എന്ന് പറഞ്ഞ് ഫാക്കിഹ, പഴവർഗ്ഗങ്ങൾ എന്നാ പറഞ്ഞത്. എന്തേ അരി തന്നു, ഗോതമ്പ് തന്നു, അതല്ലേ നമ്മൾ ആദ്യം, പിന്നല്ലേ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കറ്, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. എന്തേ അല്ലാഹു ഫ്രൂട്ട്സ് ആണോ ആദ്യം പറഞ്ഞത്? ഇതൊക്കെ അത്ഭുതങ്ങളാണ് മുനികളെ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ദാത്തുൽ അക്മാം വൽ ഹബ്ബു, എന്നിട്ടാണ് വൽ ഹബ്ബു, അല്ലാഹു തആല പറയാണ് വൽ ഹബ്ബു, ധാന്യങ്ങളും അല്ലാഹു പടച്ചെന്നിട്ടുണ്ട്. ദുൽ അസ്ഫി, ആ ധാന്യങ്ങൾ തന്നെ തൊലിയുള്ളത്, അങ്ങനെ പറയാം. അസ്ഫ് എന്ന് പറഞ്ഞാൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന് പറഞ്ഞില്ലേ? അബ്രഹത്തിന്റെ ആനപ്പടയെ സംഘത്തെ അല്ലാഹു തആല നശിപ്പിച്ചിട്ട് പാറിക്കളയുന്ന അതുപോലെ ഇതിന്റെയൊക്കെ തൊലികൾ കാറ്റത്ത് പാറുന്നവയാണ്. നമ്മള് എന്താ തവിടെന്നോ മൃഗങ്ങൾക്ക് കൊടുക്കാവുന്ന സാധനം പിണ്ണാക്കൊക്കെ ഉണ്ടാക്കൂലേ? അതൊക്കെ ഇതിന്റെ കൂട്ടുകളാണല്ലോ. സുബ്ഹാനല്ലാഹ്. ദുൽ അസ്ഫി വറൈഹാൻ, നിങ്ങൾക്ക് സുഗന്ധ ദ്രവ്യങ്ങളും ഭക്ഷണത്തിന് അല്ലാഹു തആല ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഓർമ്മന്നല്ലേ? കാരണം ഇവിടെ അറബ് നാടുകളിൽ റൈഹാൻ കിട്ടാറില്ല. ഇവിടെ ഇഞ്ചിയും കുരുമുളകും ഏലവും കറുകപ്പട്ടെന്ന് ഇവിടെ കൃഷിയില്ല. അത് നമ്മുടെ നാട്ടിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉണ്ട്, കണ്ട്. പക്ഷേ അല്ലാഹു തആല ഫാക്കിഹ, പഴവർഗ്ഗങ്ങൾ തന്നു. എന്ത് പഴവർഗ്ഗങ്ങളാണ്? പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ഈ കാലത്ത് മദീനയിലോ മക്കയിലോ പഴവർഗ്ഗങ്ങൾ എന്താ ഉള്ളത്? ആകെ ഈത്തപ്പഴം കാണും. പിന്നെ മുന്തിരിയൊക്കെ വരുന്ന വളരെ അപൂർവം ചില മുന്തിരിത്തോപ്പുകൾ ത്വായിഫിലുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല കാര്യമായിട്ട്. പിന്നൊക്കെ ഷാമിൽ നിന്ന് വരണം, സിറിയയിൽ നിന്ന് കച്ചവട സംഘം കൊണ്ടുവരുമ്പോഴേ കിട്ടുള്ളൂ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾക്ക് ഫാക്കിഹത്ത് തന്നു. വന്നഹ്ലു ദാത്തുൽ അക്മാം, മനുഷ്യന്റെ ജീവനെ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്ന് ചുരുക്കി നമുക്കതിനെ മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ജിന്നുകളെ, മനുഷ്യരെ, അല്ലാഹുവിന്റെ ഏത് ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതൊന്നും പടച്ചോൻ തന്നതല്ലെന്ന് നിങ്ങൾ ഏതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. പടച്ചോനെ, ഞങ്ങൾ നിന്റെ ഒരു അനുഗ്രഹം നിഷേധിക്കുന്നില്ല റബ്ബേ എന്ന് ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിനെ ഓർക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനിന്റെ ഇൽമുകൾ പലതരത്തിലാണ്. ഖുർആനിന്റെ ഇൽമുകളിൽ ചിലത് ഖൽബിലേക്ക് ഏറ്റെടുക്കേണ്ട ഇൽമുകൾ കാണും, ഈമാനിയായ വിഷയങ്ങൾ കാണും, ഖൽബ് കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു തആല ചർച്ച ചെയ്യും. ചിലത് അമലുൻ ബിൽ ജവാരിഹ്, നമ്മുടെ ലിംസ്, നമ്മുടെ അവയവങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട അമലുകൾ, നിസ്കാരം, ഹജ്ജ്, ഉംറ പോലെയുള്ള അവയവങ്ങളെ കുറിച്ച് ചെയ്യേണ്ട. ചിലത് ഖിദാമുൻ ലിൽ ഫിക്ർ, ബുദ്ധി കൊണ്ട് ആലോചിക്കേണ്ട, ബുദ്ധിക്കുള്ള ചില ഭക്ഷണം അല്ലാഹു തആല തരും. ചിന്തിക്കാനുള്ള ചില മെസ്സേജസ്, ചില ആയത്തുകളിൽ നിന്ന് ചിന്തയായിരിക്കും ഉണ്ടാവുക. ചിലത് ചിന്തിപ്പിക്കുകയും അല്ലാഹുവിന് ശുക്ർ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മെന്റൽ എക്സസൈസ്, ബുദ്ധിക്ക് എന്നുള്ള ഒരു, അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞത് നമ്മെ ചിന്തിപ്പിക്കുകയാണ്. ബുദ്ധി കൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത് ഇബാദത്താണ്, അതിന് കൂലി കിട്ടും. ഭക്ഷണം മുമ്പിലുണ്ടായിട്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് ഇബാദത്താണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വന്നാൽ ആ സെക്കൻഡുകൾ ഇബാദത്തായി രേഖപ്പെടുത്തും. തസ്ബീഹും സ്വലാത്തൊക്കെ ചൊല്ലുന്ന അതിലേറെ കൂലി കിട്ടുന്ന വിഷയമാണ് തഫക്കുറു ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. ഭക്ഷണം മുമ്പിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ബിസ്മില്ലാഹ്, ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ തിന്നുന്ന ഭക്ഷണം അല്ലാഹുവിന് ഇഷ്ടമാണ്. എപ്പോ? വൈസമ്മില്ല, അവിടെ അല്ലാഹുവിന്റെ പേര് പറയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അല്ലാഹുവിന് അല്ലാഹുവിന് ഒരു മനുഷ്യൻ കുടിക്കുന്ന പാനീയം കുടിക്കുന്നത് ഇഷ്ടമാണ്. ഫൈസമ്മില്ല, അവിടെ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
തുടങ്ങുന്നു ബിസ്മില്ല, അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്. അങ്ങനെ എന്തെല്ലാം കഴിക്കുന്നുണ്ടോ അവിടെ ഒക്കെ ചെല്ലാൻ പറ്റും. അത് നമുക്ക് കൂലിയുള്ള കാര്യമാണ്. യാ അല്ലാഹ്. ഇബ്ലീസുൽ ലഈൻ, ചില ആളുകൾ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ചില സംഘങ്ങളുമായി ചില മീറ്റിംഗ് കൂടുമ്പോ ചില ആളുകളൊക്കെ വളരെ മെലിഞ്ഞ ശൈത്താന്മാര് കാണും, വളരെ നല്ല തടിച്ച ശൈത്താന്മാരും കാണും. അപ്പോ ഇബ്ലീസ് സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശൈത്താന്മാര് ചോദിക്കും, അല്ല എന്തേ ഇപ്പൊ വല്ലാതെ മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു എന്താ ഞാൻ ഒപ്പം കൂടിയ മനുഷ്യൻ എന്ത് തൊട്ടാലും ബിസ്മില്ല, പിന്നെ എനിക്ക് ഭക്ഷണമല്ല, എന്ത് കുടിച്ചാലും ബിസ്മില്ല, ഞാൻ ദാഹിച്ചു കുഴങ്ങന്നെ. കിടന്നുറങ്ങാൻ ചെന്ന ബെഡ് നല്ലൊരു ബെഡിൽ കിടക്കാൻ നോക്കുമ്പോൾ ചൊല്ലും ബിസ്മിക റബ്ബി വദഅതു ജൻബി ദിക്ർ, എനിക്ക് ഉറങ്ങാനും ബെഡില്ല. ഇങ്ങനെ ഞാൻ ഇടങ്ങാറാവാണ്. ഒറ്റ പറയാ അള്ളാഹ് എന്റെ കൂടെ കൂടിക്കോ, എന്താ ഉഷാർ. ഒരു അള്ളാഹിനെ പറ്റി ഒരു ഹർഫ് ചൊല്ലൂല, ഓനങ്ങനെ തിന്നുന്നു, അങ്ങനെ വർത്തമാനം പറയുന്നു, ഉറങ്ങണ നേരത്തെ അള്ളാഹിനെ പറ്റി ഓർക്കൂല, എനിക്ക് നല്ല കുശാല, ഞാനിപ്പോ നല്ല റാഹത്തിലാന്ന് പിശാചുക്കൾ പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. നമ്മളും കൂടി പിശാചിന്റെ കോലങ്ങൾ എന്താണെന്ന് അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല. എന്തായിരിക്കും നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റും നമ്മുടെ അമലിലേക്ക് നോക്കിയിട്ട്. പിശാച് ദുർബലനാണോ അവന്റെ ശർറ് നമുക്ക് കാവലുണ്ടാവും. പിശാച് നല്ല കൊഴുത്ത് തടിച്ചു വരികയാണോ, എത്രത്തോളം ഭാര്യയുമായി ശയിക്കുമ്പോൾ പോലും കല്യാണം കഴിച്ച ആളുകൾ മനസ്സിലാക്കണം, അവിടെ പോലും ദിക്ർ ചൊല്ലണം എന്നാ ശരിയായിട്ട് പറഞ്ഞു തന്നിട്ട് അല്ലേ. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന, പടച്ചവനെ പിശാചിനെ ഞങ്ങൾ അകറ്റണമേ, ഞങ്ങൾക്ക് നീ എങ്ങാനും ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ പിശാചിന്റെ ശർറിന്ന് കാക്കേണമേ എന്ന് ചൊല്ലിയിട്ടേ ഭാര്യയുമായി ശയിക്കാൻ പോലും പാടുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തേ അത് ചെയ്തില്ലെങ്കിൽ അവിടെ പിശാച് അവന്റെ കൂടെയുണ്ട്. പിശാച് കൂടെയുണ്ട്. പിശാച് കൂടെയുണ്ടോ അവനല്ല അത് ആസ്വദിക്കുന്ന, അവനല്ല അതിൽ സന്തോഷം കിട്ടും, പിശാചിനാണ്. ഇവന് മതി വരുന്നില്ല, അല്ലെങ്കിൽ ഇവൻ ആസ്വാദനം പൂർത്തിയാകുന്ന എന്റെ അള്ളാഹുവിന്റെ ദിക്റല്ല, ഇവൻ പിശാചിനെയും കെട്ടിപ്പിടിച്ച പിശാചിന്റെ കൂടെയാണ്, പിന്നെ മതി വരുന്നില്ല. ഭക്ഷണം കഴിച്ച് വയറ് നിറയെ എന്തേ പിശാചാ തിന്നുന്നത്, ഇവനല്ല തിന്നുന്നത്. സുബ്ഹാനല്ലാഹ്, മതി വരൂല, വയറ് നിറയില്ല. അവിടെ അള്ളാഹുവിനെ ഓർക്കണം എന്നാ പറഞ്ഞത്. അതൊക്കെ വലിയ വലിയ നിഅമത്തുകളാണ്. സമ്മുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലണം. ഇങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറഞ്ഞ വിഷയം ഫീഹാ ഫാകിഹ. ഇവിടെ അല്ലാഹു തആല ഫാകിഹത്തുൻ, ഇവിടെ ഭൂമിയിൽ അല്ലാഹു തആല നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഫാകിഹ, ഫാകിഹത്ത് നമ്മുടെ എസെൻഷ്യൽ റിക്വയർമെന്റ് ആണെന്ന് പറയാൻ വയ്യ, നമ്മുടെ പ്രൈമറി റിക്വയർമെന്റ് അല്ല. അതായത് ജീവിതം നിലനിർത്തി പോരണമെങ്കിൽ ഫ്രൂട്ട്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന്റെ മുഖമ്മിലാത്തുൽ ഐഷ് എന്ന് പറയും, ജീവിതത്തിന്റെ ആ നിഅമത്തുകളുടെ പൂർത്തീകരണമാണ്. നമ്മുടെ ഉണ്ടെങ്കിൽ റാഹത്തായി അല്ലെ. ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്താ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കൂലേ. നമ്മൾ റമദാനിലാണ് കാര്യമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കണത് അല്ലെ. സുബ്ഹാനല്ലാഹ്, റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ്, ഒരു ഉച്ചനേരത്തെ ചോറ് ഒഴിവാക്കണോണ്ട് എത്രയാ ഫ്രൂട്ട്സും ജ്യൂസും ഇട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കുടിക്കുക. റമദാന് ആകെ ഒരു നേരെ ഭക്ഷണം കഴിക്കാതിരിക്കണുള്ളൂ അല്ലെ. അത്താഴത്തിന് നല്ലോണം കഴിക്കുന്നുണ്ട്, നോമ്പറന്നിട്ട് പിന്നെ കഴിക്കന്നെ. അപ്പൊ നമ്മൾ നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിഅമത്തുകളൊക്കെ നടത്തി തരുമാറാകട്ടെ. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ പഠിക്കാൻ പോകുന്നത്, അല്ലാഹു ഫാകിഹത്ത് എന്ന് തുടങ്ങി പറഞ്ഞു. കുറച്ച് മെഡിസിൻ കൂടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കുക. ഭക്ഷണം കഴിക്കുമ്പോ ആദ്യം കഴിക്കേണ്ടത് ഫാകിഹത്താണ്, ഫ്രൂട്ട്സ് ആണ് ആദ്യം കഴിക്കേണ്ടത്. എന്നിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. നമ്മൾ നേരെ മറിച്ച് കൈയൊക്കെ കഴുകി റാഹത്തായി എന്നാൽ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നിർത്തി വെക്കുക. നേരെ ഓപ്പോസിറ്റ്. മെഡിക്കലി അത് വളരെ ഡിസ്കറേജ് ചെയ്യുന്ന വിഷയം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം ഫ്രൂട്ട്സ് കഴിക്കുക, എന്നിട്ടാണ്. രണ്ട് ആയത്തുകളാണ് ഉലമാവ് പറയുന്നത്. സൂറത്തുൽ വാഖിഅയിൽ, സൂറത്തുൽ തൂറിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. സൂറത്തുൽ തൂറിൽ വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. എവിടെയെല്ലാം ഭക്ഷണം ഉൾപ്പെടുത്തി
പഴവർഗ്ഗങ്ങളും മാംസവും ധാന്യങ്ങളും അള്ളാഹു തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ ആദ്യം ഫ്രൂട്ട്സ് പറഞ്ഞ് പിന്നെയാണ്. ഈ മസലൊന്ന് കേൾക്കുക അല്ലെ, ഇത് വലിയ ഉഷാറ്. ആയിക്കോട്ടെ, എല്ലാ മസലും നമ്മൾ കേൾക്കണം. ഇതൊന്ന് കുറച്ച് കാലം മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എത്രയേ ഫ്രൂട്ട്സ്. ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കാം. ഇത് ഷെയ്ഖ് സിന്ദാനിയെ പോലെയുള്ള സയന്റിസ്റ്റുകളായ ഖുർആൻ പണ്ഡിതന്മാർ അത് ഒരുപാട് മെഡിക്കൽ സബ്സ്റ്റൻഷ്യൽ പ്രൂഫുകൾ വെച്ചിട്ട് സമർത്ഥിക്കുന്നുണ്ട്. കാരണം വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് ദഹിപ്പിക്കാനുള്ള സന്നദ്ധത കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സിന്റെ മധുരം, അതിന്റെ ഗ്ലൂക്കോസ് അതിനെ സഹായിക്കും. വിശന്നിരിക്കുകയാണ്, ഫ്രൂട്ട്സിന്റെ മധുരം ചെന്നാൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ ആമാശയത്തിന് ദഹിപ്പിക്കാനുള്ള സാധനങ്ങൾക്ക് ആവശ്യമായ ഗ്ലൂക്കോസ് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡുകളെ കൊണ്ട് കിട്ടും. അപ്പോ പിന്നെ ഭക്ഷണത്തിന്റെ മീതെ വരികയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ആമാശയം ദഹിപ്പിക്കാൻ റെഡിയാണ്. കാരണം ഒരുങ്ങാനുള്ള ഊർജം കിട്ടിക്കഴിഞ്ഞു. വിശപ്പും താൽക്കാലികമായി വിശപ്പിന്റെ പ്രയാസങ്ങൾ നിന്നുപോകും. ആദ്യം ഫ്രൂട്ട്സ് കഴിച്ചു, കാര്യമായ വിശപ്പ്, ഇനി വല്ലാണ്ടങ്ങ് വാരി കുറിച്ച് തിന്നൂല. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, മറന്നോളിന് മുമ്പ് തിന്നുന്നതിനെ സംബന്ധിച്ച് അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങളൊക്കെ പറഞ്ഞു, മറ്റു ഉലമാക്കെ പറഞ്ഞു, മനുഷ്യൻ തിന്നുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്റെ ശരീരത്തിന് ആരോഗ്യം വേണം. എന്തിന്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ. അതിനാണ് ഞാൻ തിന്നുന്നത്, അതിനാവശ്യമായത് ഞാൻ തിന്നുന്നു. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. മുമ്പിൽ വരുന്ന പ്ലേറ്റ് കാലിയാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹ് പോയി അതല്ല. എനിക്ക് ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം, നോമ്പൊൽക്കണം, അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കണം. അതിനാവശ്യമായ ഭക്ഷണം ഞാൻ കഴിക്കണം. ഞാൻ തിന്നുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണ്ടേ, അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ തിന്നുന്ന എല്ലാ ഭക്ഷണവും തിന്നലും ഇബാദത്താണ്. എന്റെ ലക്ഷ്യം എനിക്ക് ഇബാദത്തിന് വേണം. അല്ല, ഇത് നല്ല ടേസ്റ്റ് ആണ്, അതൊന്ന് നോക്കുക, അത് നല്ല ടേസ്റ്റ് ആണ്, എന്നാ ഇത് ഭക്ഷണം കഴിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൽ കൂലില്ല. എന്തിനാ നഷ്ടപ്പെടുന്നത്? അപ്പൊ മുഅ്മിനായ മനുഷ്യൻ വാരി വലിച്ച് തിന്നൂല എന്നാണ്. ഭക്ഷണം തീർക്കാൻ വേണ്ടി തിന്നുക ഇതല്ല. എന്തിനാ തിന്നുന്നത്? അള്ളാഹുവിന് വേണ്ടി എനിക്ക് ശക്തി കിട്ടണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ആരോഗ്യം, അതിനാവശ്യമായത് ഞാൻ കഴിക്കുക. അതായി കഴിഞ്ഞു ഞാൻ നിർത്തി. ഇങ്ങനെയാ നമ്മുടെ ഭക്ഷണശീലമാവേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വിശന്ന അതൊന്നും ഓർമ്മ വരില്ല, അതാ പ്രശ്നം അല്ലേ. കല്യാണത്തിന് പോയാൽ തീരെ ഓർമ്മല്ല. കല്യാണത്തിന് ചെന്ന് പല്ല് കുത്തി ഇറങ്ങിപ്പോണ ആൾക്കാർ എന്തൊക്കെയാ പറയാ, പിന്നെ ഭക്ഷണം മറ്റോടത്തേന് കിട്ട ഉഷാറ്, ഇവിടെ 5 കായ കൊടുക്കാതെ എന്നിട്ടാ പോയി ഇറങ്ങണത്. മറ്റോലെ അവിടുത്തെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവരെന്താ ജഡ്ജിമാരാവുമല്ലോ, കല്യാണത്തിന് വന്നിട്ട് ഭക്ഷണം ജഡ്ജ് ചെയ്യും, എവിടെയാ ഉഷാറ്. അൽഹംദുലില്ലാ, ഭക്ഷണം തന്ന മനുഷ്യന് ദ്വാരന്ന് പോയിക്കൂടെ? അത് ചെയ്യൂല മനുഷ്യന്മാർ. യാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇതിനാണ് തഖവ്വാലിൽ ഇബാദ. അത് ലക്ഷ്യമായോ നമ്മുടെ ഭക്ഷണം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ്. അപ്പോ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ വാഖിഅ. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ. അവർക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ പഴവർഗ്ഗങ്ങൾ അവിടെയുണ്ട്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസങ്ങളും അവിടെയുണ്ട്. കോഴി എന്ന് പറഞ്ഞൊരു ഒരു ത്വയ്റാണ്, പക്ഷിയാണ്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അപ്പൊ മാംസവും അവിടെ ഭക്ഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പ് വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. വേണ്ടത് തെരഞ്ഞെടുക്കാം. അങ്ങനത്തെ പഴവർഗ്ഗങ്ങൾ അവിടെ ഉണ്ട്, പിന്നെ മാംസവും ഉണ്ട്. ആദ്യം ഫ്രൂട്ട്സ് ആണ്, പിന്നെയാണ് ലഹ്മ. സൂറത്ത് തൂറിലേക്ക് വരും. മനുഷ്യർക്ക് നാം അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പഴവർഗ്ഗങ്ങൾ കൊടുത്തുകൊണ്ട്, അവർക്ക് ഇഷ്ടമുള്ള മാംസവും കൊടുത്തിട്ടുണ്ട്. പക്ഷിയായിട്ടും കന്നുകാലികളുടേതായിട്ടും ഒക്കെ അവർക്ക് മാംസവും കൊടുത്തിട്ടുണ്ട്, പഴവർഗ്ഗവും. ഇത് നമ്മൾ വിചാരിക്കൊരു യാദൃച്ഛികമായി അള്ളാഹുവിന്റെ അല്ല. ഈ പറഞ്ഞെടുത്ത് മുഴുവനും ഇങ്ങനെയാ പറയുന്നത്. ആദ്യം ഫാക്കിഹ, പഴവർഗ്ഗങ്ങൾ, പിന്നെയാണ് അള്ളാഹു തആല മറ്റു ഭക്ഷണങ്ങളെ സംബന്ധിച്ച് പറയാം. ഖുർആന്റെ ചില രീതികൾ അങ്ങനെയാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനുള്ളതാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഇനി എപ്പോഴാണ് കഴിക്കേണ്ടത്? തുടങ്ങുക. എന്താ സംഭവിക്കുക? ഇതൊന്നും കഴിക്കാതെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കഴിക്കുക. അതാണ് പറഞ്ഞത്. അള്ളാഹു തആല വദൂദാണെന്നതിന്റെ അടയാളാണെന്ന് അള്ളാഹു ഫ്രൂട്ട്സ് എന്നതാണ്. വദൂദ്, നമ്മളോട് വലിയ പിരിശമാണ് അള്ളാഹുവിന്.
അള്ളാഹുവിന് നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് വെറും ഭക്ഷണം കഴിച്ച് ആ ഒരു കറിയും കൂട്ടാനും കൂട്ടി ഒരു ചോറും കഴിച്ച് പോകണ്ട, എന്നാ കുറച്ച് ഉപ്പേരിയും പിടിച്ചോന്ന് തരുന്ന പോലെ ആ സന്തോഷത്തിന്, നിന്റെ ഭക്ഷണത്തിന് ഒന്നുകൂടെ നിനക്ക് സന്തോഷമായിക്കോട്ടെ, ഫ്രൂട്ട്സും പിടിച്ചോ എന്ന് പറഞ്ഞ് തന്നതാണ്. അത് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിഷയമല്ല, പക്ഷേ നമ്മുടെ നിഅ്മത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ നിഅ്മത്തിന്റെ അത് വദൂദാണ്, വദൂദാണ്, ഭയങ്കര സ്നേഹമുള്ളവനാണ്. അള്ളാഹു റാസിഖാണ്. അതാ നമുക്ക് എന്തുന്നത്, അരിയും ഗോതമ്പും കുബൂസും ഇതൊക്കെ റാസി അള്ളാഹു തന്ന റിസ്ക്കാണ്. പക്ഷെ അള്ളാഹു വദൂദാണ്. അപ്പോഴാണ് നമുക്ക് അതിന്റെ കൂടെ കുറച്ച് മറ്റു സാധനങ്ങളും കുറച്ച് ഫ്രൂട്ട് സലാഡും ഇതൊക്കെ. സലാഡ് കഴിച്ചോടെ, ഈ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് എന്തിനാ കേടെടുത്തണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ സാധനം വെച്ചിട്ട് അള്ളാഹു തന്ന ആ ഒരു ജെന്യൂൻ സാധനത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്, അല്ലെ? അള്ളാഹു തന്ന ആവശ്യമായ ഗ്ലൂക്കോസുകളും ഷുഗറും ഒക്കെ ഈ ഫ്രൂട്ട്സിന്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് സക്കറയിനൊക്കെ കുത്തിക്കലക്കിയ സാധനമാണ് ഈ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ തിന്നിട്ട് തടിങ്ങ ഇടങ്ങാറാക്കിയിട്ട് പിന്നെ ഇങ്ങനെ കയറിറങ്ങാം ഹോസ്പിറ്റലുകളിൽ. സുബ്ഹാനല്ലാഹ്. നേരെ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കാൻ, നേരെ ഭക്ഷണം കഴിച്ചു, നേരെ വിശന്നിട്ട് നേരെ ചോറങ്ങ് വെട്ടി വിഴുങ്ങി, അല്ലാ റാഹത്തായി. ഇനി ഒരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയോ വേണ്ടേ, നിങ്ങൾ തീരുമാനിച്ചോളി. നമ്മുടെ ആമാശയത്തെ സംബന്ധിച്ചിടത്തോളം ദഹിപ്പിക്കാൻ ആവശ്യമായ ഗ്ലൂക്കോസ്, ദഹിപ്പിക്കാൻ ആവശ്യമായ സുക്കർ, അതിനാവശ്യമായ മധുരം അതിന് കിട്ടിയാലേ ദഹനം തുടങ്ങാൻ പറ്റുള്ളൂ. നേരെ നമ്മൾ ഒരു ഫ്രൂട്ട്സോ ഈ ഫാക്കിഹ ഫ്രൂട്ട്സിൽ നിന്ന് മധുരമുള്ളത് നമ്മൾ കഴിക്കാതെയാണ് നേരെ ഭക്ഷണം കഴിച്ചത്. കുറച്ച് കുബൂസും കറിയോ ചോറൊക്കെ വെച്ചിട്ട് അങ്ങ് കഴിച്ചാൽ മിനിമം 3 മണിക്കൂർ സമയം വേണം വയറിന് ദഹനം തുടങ്ങാൻ. 3 മണിക്കൂർ സമയമെടുക്കും ദഹിപ്പിക്കാൻ ആവശ്യമായ ഷുഗർ ഈ ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഈ ഒരു രീതിയൊക്കെ നമ്മൾ മാറ്റണം ഇൻഷാ അല്ലാഹ്. തടിക്ക് കേടാന്ന് വന്നാൽ എന്തായാലും നമ്മൾ മാറ്റും, അല്ലേ? അതിനെന്താ റെഡിയാണ്. ഡോക്ടർമാർ പറഞ്ഞു നമ്മൾ ഓടാൻ റെഡിയാണ്, അല്ലേ? ഡോക്ടർ പറയാ രാത്രി 2 മണിക്ക് തന്നെ എണീറ്റ് ഓടണം എന്ന് പറഞ്ഞാൽ നമ്മൾ അലാറം വെച്ച് എണീക്കും. അള്ളാഹ് പറയണ സുബഹിസ്കരിച്ചത് അള്ളാഹാക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലേ? ഇതാണ് കാലം. യാ അല്ലാഹ്. അപ്പോ അല്ലാഹു തആല ഇവിടെ തുടങ്ങിയതും അങ്ങനെയാണ്. ഭൂമിയെ അല്ലാഹു തആല മനുഷ്യന് സംവിധാനിച്ചു തന്നു. ഫീഹാ ഫാക്കിഹ, അവിടെ നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളുണ്ട്. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് അവിടുത്തെ കുടുംബത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ചു, അല്ലേ? ഹാജർ റളിയല്ലാഹു അൻഹയെയും കൊച്ചുമകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, കൊച്ചുകുട്ടിയാ, മുല കുടിക്കുന്ന കുട്ടിയാണ്. ആ പ്രായത്തിൽ അവിടെ ഇട്ടേച്ചു കൊണ്ട് പോകുമ്പോ കഅബയൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് ഇബ്രാഹിം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഅ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون يا الله ربنا أسكنت من ذريتي എന്റെ മക്കളിൽ ചിലരെ മിൻ ദുർരിയതി ഞാനിവിടെ പാർപ്പിച്ചു പോവാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ കഅബത്തിന്റെ അടുത്ത്. അന്ന് കഅബുണ്ടോ? ഇല്ല. കഅബ ഉണ്ടാക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ, ആ സമയത്ത് അല്ലാഹു അർക്കാൻ വേണ്ടി പറയുന്നത് ഒരു 5-6 വയസ്സാകുമ്പോ, 10-12 വയസ്സാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു ടീനേജറുടെ പ്രായത്തിലേക്ക് കടക്കുമ്പോഴാണ് കഅബ ഉണ്ടാക്കാൻ വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെയൊക്കെ മുമ്പ് ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? എന്റെ മക്കളെ ഞാൻ താമസിച്ചു പോരുന്നത് എവിടെയാണ്? ഇൻദ ബൈതികൽ മുഹറം, എന്റെ കഅബത്തിന്റെ അടുത്താണ് പഠിച്ചോനെ. അതുകൊണ്ടാണ് കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല. ഇബ്രാഹിം നബിന്റെ മുമ്പേ കഅബമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ പുനഃസൃഷ്ടി ചെയ്തവരാണ് എന്ന് പറയാൻ കാരണം, ഇബ്രാഹിം നബി എന്നെ പറയുന്നുണ്ട് കഅബം പഠിക്കുന്ന മുമ്പ് തന്നെ നിന്റെ കഅബത്തിന്റെ അടുത്താണ് കേട്ടോ. കഅബം കെട്ടിടമില്ലെങ്കിലും കഅബം അവിടെയുണ്ട്. ആ സ്ഥലം കഅബയാണ്. നമ്മുടെ വിഷയം അതല്ല. നിർത്തുന്നത് എന്തിനാണ്? അവർ നിസ്കരിക്കുന്നവരാകണം, നിനക്ക് വഴിപ്പെടുന്നവരാകണം, നിസ്കാരം നിലനിർത്തുന്നവരാകണം. അതുകൊണ്ട് നിന്റെ പള്ളിയുടെ അടുത്ത് ഞാൻ ഇവരെ താമസിപ്പിക്കുകയാണ്. അവിടെ ഒരു കൃഷിയുമില്ല, പടച്ചോനെ, ഒന്നുമില്ല. എന്റെ ബൈതിക്കൽ, നിന്റെ പള്ളിയുടെ അടുത്താണ്, ഇതല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. റബ്ബനാ ലിയുഖീമുസ് സ്വലാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം. അല്ലാഹ് ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു സ്നേഹം
കൊടുക്കണം പടച്ചവനെ. ആളുകൾ ഇവരെ വന്ന് സന്ദർശിക്കണം, കഅബ സജീവമാകണം, ഇവിടെ ജനങ്ങൾ വന്ന് താമസിക്കണം, കഅബയിലേക്ക് പോകണം, മക്കായിലേക്ക് പോകണം എന്നൊരു ലോങ്ങിങ്, ഒരു ആഗ്രഹം ജനങ്ങളുടെ മനസ്സിൽ കൊടുക്കണം അല്ലാഹ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടെങ്കിൽ വലിയൊരു തൗഫീഖാണ്. അല്ലാഹു നമുക്ക് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അത് തൗഫീഖാണ്. കഅബന്റെ തൊട്ട് പരിസരത്ത് കഫ്തീരിയ നടത്തിയിട്ടും ഹോട്ടൽ ജോലി ചെയ്തിട്ടും ജീവിക്കുന്ന എത്രയോ ആളുകൾ ഒരു ഹജ്ജും ചെയ്യാതെ തിരിച്ചു വരുന്നവരുണ്ട്. എന്താക്കാത്ത കുടിക്കട്ടെ, തൗഫീഖില്ല എന്നല്ല എന്ത് ചെയ്യാൻ പറ്റും. ഹറമിൽ ജോലിയുള്ള പുരുഷന്മാർ ഒരു ഉംറ ചെയ്യാൻ പറ്റാത്തവരില്ല. മക്കത്തിരിക്കുകയാണ്, മദീനത്താണ്, ജിദ്ദയിലാണ്, ഒരു ഹജ്ജ് ചെയ്യാൻ തൗഫീഖാണ്. അത് പൈസ ഉണ്ടായതൊന്നും ഹജ്ജ് ഉംറ ചെയ്യാൻ പറ്റില്ല. തൗഫീഖാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. وجعل أفئدة من الناس تهوي وارزقهم من الثمرات. അല്ലാഹു അവർക്ക് നീ പഴവർഗ്ഗങ്ങൾ കൊടുക്കണമേ. വറസുഖുഹും മിനത്തമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ. അവർ നിനക്ക് നന്ദി ചെയ്യും. അല്ലാഹ് നന്ദി ചെയ്യും. എസി ഓഫ് ആക്കിയോ? ചെറിയൊരു വെന്റിലേഷൻ നടന്നോട്ടെ, തണുക്കാനല്ല. അത് പിന്നെ ഇവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്ക് നീ ഗോതമ്പും അരിയും കൊടുക്കല്ല എന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? നീ അവർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കണം. ലഅല്ലഹും യശ്കുറൂൻ. അവർ ശുക്ർ ചെയ്തേക്കും അല്ലാഹ്, അവർ നിനക്ക് നന്ദിയുള്ളവരായിരിക്കും. നീ അവർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുത്തേക്ക്. മഹാന്മാരായ ഉലമാദിനെ സംബന്ധിച്ച് പറയാം, മനുഷ്യന് ആവശ്യമായ സസ്റ്റനൻസ് അല്ലാഹു തആല നൽകും അല്ലെ? അതിനെന്നെ ശുക്ർ ചെയ്യണം. പിന്നെ അല്ലാഹു തആല ഏറെ നൽകുന്ന നിഅമത്തുകൾക്ക് ശുക്ർ ഏറെ കൊടുക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, വഅന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ അല്ലേ, വഅല്ലാ തദ്മഅ ഫീഹാ. നിങ്ങൾക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാം, ആദം നബിയെ നിങ്ങൾക്ക് വിശക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ദാഹിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് വെയിൽ കൊള്ളേണ്ടി വരില്ല, നിങ്ങൾക്ക് നഗ്നത കാണിക്കേണ്ടിയും വരില്ല. ഇത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വസ്ത്രം അത് എങ്ങനെയാണ് നാണം മറക്കേണ്ടത് അത് ഞാൻ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങൾക്ക് വിശപ്പ് വരാതിരിക്കാൻ, വിശക്കാതിരിക്കാനുള്ളത് ഞാൻ തരുമെന്ന് ഗ്യാരണ്ടിയാണ്. അല്ല തോമ, നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ കുടിക്കാനുള്ള വെള്ളം അത് ഞാൻ അറേഞ്ച് ചെയ്തു തരും. സുബ്ഹാനല്ലാഹ്. ഈ മിനിമം റിക്വയർമെന്റ്സ് വെയിൽ കൊള്ളാതിരിക്കാൻ, ചൂട് പിടിക്കാതിരിക്കാൻ, അതായത് നിങ്ങൾക്ക് വെയിൽ കൊള്ളാതെ താമസിക്കാനുള്ള പുരയിടം ഇതും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ആദം നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആർക്കെങ്കിലും ആയത്ത് ഓർമ്മ വരുന്നുണ്ടോ? അതിന്റെ സീക്വൻസ്. അപ്പോ വീട് വെയിൽ കൊള്ളാതിരിക്കാൻ എല്ലാ ഗവൺമെന്റും ചെയ്യുന്ന പണി ഇതാ. മനുഷ്യന്മാരെ കടത്തുറക്കണം, മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കണം, തന്നെ. അത് കഴിഞ്ഞു. ഇനി അപ്പുറത്തൊന്നുമില്ല. ഇനി ഒരു എന്ത് ചെയ്താലും കുഴപ്പമില്ല, അത് ഗവൺമെന്റിന്റെ ജോലിയല്ല. ഭക്ഷണം ഉണ്ടോ അവർക്ക്. അല്ലാഹു തആല ഏറ്റെടുത്ത വിഷയമാണ്. മനുഷ്യൻ ഇവിടെ നഗ്നനായി നടക്കില്ല. വസ്ത്രം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാ നാണം മറക്കുക? ഇത് അല്ലാഹു തആല മനുഷ്യന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ബ്രെയിനിൽ പറഞ്ഞു കൊടുത്ത സംഗതിയാണ്. പിന്നെ മരത്തിന്റെ തണലിൽ കിടന്നിട്ടോ പൊര വെച്ചുണ്ടാക്കിയിട്ടോ എങ്ങനെയെങ്കിലും വെയിൽ കൊള്ളാതെ ജീവിക്കാൻ, കാലാവസ്ഥകളിൽ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് ഇത് അല്ലാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. വിശപ്പും ദാഹവും അല്ലാഹു തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്യാരണ്ടിയാണ്. അതിന്റെ എക്സ്ട്രയാണ് അല്ലാഹു അവർക്ക് എന്ത് ചെയ്യണം? പഴവർഗ്ഗങ്ങൾ കൊടുക്കണം പടച്ചവനെ. അത് മിനിമം വിശപ്പടക്കാനുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നീ നിഅമത്ത് കൊടുക്കണം പടച്ചവനെ എന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലഅല്ലഹും യശ്കുറൂൻ. അവരതിന്റെ പ്രത്യേക നന്ദി ചെയ്യും പടച്ചവനെ, നീ അവർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുത്തേക്ക്. പഴവർഗ്ഗങ്ങൾ കിട്ടൽ എപ്പോഴാ? മിനിമം വിശപ്പടക്കാനുള്ളത് കഴിഞ്ഞതിന്റെ ശേഷമാണ് പഴവർഗ്ഗങ്ങൾ ചോദിക്കുക. അതാണ് കുട്ടികളൊക്കെ അങ്ങനല്ലേ പറയാം. വിശക്കുന്നുണ്ട് എന്നല്ലേ പറയാം. എനിക്ക് ഫ്രൂട്ട്സിന് വിശക്കുന്നുണ്ട് എന്ന് പറയോ? അല്ലെ, ഇല്ല. ആപ്പിൾ ജ്യൂസിന് ദാഹിക്കുന്നുണ്ട് എന്ന് പറയോ? അല്ലെ, ദാഹിക്കേണ്ട വെള്ളം കുടിക്കാനാ ദാഹിക്കുക. വിശക്കുന്നത് എന്തെങ്കിലും വിശപ്പടക്കാൻ കിട്ടിയാൽ മതി. ബിരിയാണിക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ടാവും ചിലപ്പോ, അല്ലെ. കുട്ടികൾ അങ്ങനെ പറയുള്ളൂ. നമ്മുടെ വിശപ്പും ദാഹവും മിനിമം റിക്വയർമെന്റ് ആവശ്യമാണ്. വിശപ്പടക്കാൻ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് അല്ലാഹുവിനോട് ചോദിച്ചു.
അതുകൊണ്ടാണ് എല്ലാറ്റിന്റെയും പഴവർഗ്ഗങ്ങൾ ഹറമിലേക്ക് നാം കൊണ്ടുവരുന്നുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം, മക്കയിലേക്ക് സർവ്വ രാജ്യങ്ങളിൽ നിന്നുമുള്ള പഴവർഗ്ഗങ്ങൾ എത്തുന്നു. ദുബൈക്ക് എത്തുന്നു, അബുദാബിയിലേക്കും എത്തുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ എത്തുന്നു. പക്ഷേ ഇതിന്റെ അടിസ്ഥാനപരമായ അല്ലാഹുവിന്റെ വാഗ്ദാനം മക്കയിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ കിട്ടാത്ത പഴവർഗ്ഗങ്ങളില്ലല്ലോ. അവിടെ കിട്ടാനുള്ള മറ്റു മീഡിയംസ് ഉണ്ടായപ്പോൾ അതിനടുത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ അത് കിട്ടാനുള്ള അവസ്ഥ ആയിപ്പോയി എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. വളരെ കാലങ്ങൾക്ക് മുമ്പേ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ സിറിയയിൽ നിന്ന് എല്ലാ പഴവർഗ്ഗങ്ങളും മക്കയിലേക്ക് വരുന്നുണ്ട്. എന്നത് കണ്ടെയ്നർ കണക്കിന് വരുന്നുണ്ട് എന്ന് മാത്രം. അത് അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ്. ഇത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ് മുഅ്മിനീങ്ങളെ. എത്രയെല്ലാം പഴവർഗ്ഗങ്ങൾ. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ-ജൗസിയ്യ മിഫ്താഹു ദാരിസ് സആദ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നിന്റെയും അത്ഭുതങ്ങൾ ഇങ്ങനെ പറയാം. എല്ലാറ്റിനും ഞാൻ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇങ്ങനെ നോക്കി. അൽ ഹിക്മത്തു ഫീ ഇഖ്റാജി അൻവാഇ സറഅ്, എന്തെല്ലാം ചെടികളാണ് അല്ലാഹു ഉണ്ടാക്കുന്നത്. ഫസ്ലുർ റുമാൻ, ഫസ്ലുൽ ഹുബൂബ്, ഫസ്ലുൽ നഖ്ല, ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കും. ഇതിലൊക്കെയുള്ള അത്ഭുതങ്ങൾ ഇമാമിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും പഴവർഗ്ഗത്തെ ആദ്യം പറഞ്ഞു, പിന്നെയാണ് മാംസാഹാരങ്ങൾ ശേഷമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അങ്ങനെ തീരുമാനിച്ചു. സൽക്കാരത്തിനും ഒരേ കല്യാണത്തിനൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൊടുക്കാം. എന്നാൽ പിന്നെ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു കിട്ടുന്ന സാധാരണ ഫ്രൂട്ട്സ് ഒക്കെ ബാക്കിയാക്കാറില്ല. കാരണം അത് ആലോചിക്കില്ല, അതിന് ഗ്യാപ്പ് ഇട്ടിട്ടില്ലല്ലോ എന്നാ സങ്കടം ചെയ്യുന്നത്. പിന്നെ അവനെ വയറിഞ്ഞ പോലെ അൽഹംദുലില്ലാ. വേറെ നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? മൂന്നിലൊന്നുകളിൽ അല്ലെങ്കിൽ അൻസ്വാഫിൽ ഫുതൂൽ, വയറിന്റെ പകുതി നിർത്തണം എന്നാണ്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണില്ലേ? ഉണ്ടല്ലോ. അത് ഇപ്പോഴും ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരൊന്ന് കൈപോക്കി. ഇപ്പോഴാ മൂന്നിലൊന്ന് ഓർമ്മ നിർത്താൻ പറ്റില്ല, എന്നാലും ഓർമ്മ വരലുണ്ട്. എന്നാലും മതി. അൽഹംദുലില്ലാ. കഴിഞ്ഞു പോകട്ടെ ഇല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെയാണെങ്കിൽ എത്ര ഫുഡ് സേവ് ചെയ്യാൻ പറ്റുന്ന. കുലൂ ഫി അൻസാഫിൽ ഫുതൂൽ, അങ്ങനെയാണ്. അപ്പോഴേ ബുദ്ധി ഉണ്ടാവുള്ളൂ. ബുദ്ധി വർക്ക് ചെയ്യുന്നത്. വയറച്ച് തിന്നുന്നവൻ അഖറസത്തിൽ ഹിക്മ വനാമത്തിൽ ഫിക്ര വഖഅദത്തിൽ ജവാരിഹ് അനിൽ ഇബാദ. വയറച്ച് തിന്നുന്ന ഇബാദത്തും ചെയ്യുന്നില്ല, അവന്റെ വായിൽ നിന്ന് തത്വജ്ഞാനം വരികയുമില്ല, അവന് ചിന്താശേഷി ഉണ്ടാവില്ല. അത് വയറച്ച് തിന്നുന്നവനെ പറ്റി ആലോചിച്ചാൽ മനസ്സിലാവും. ഒരെന്തെങ്കിലും ബടായി പറഞ്ഞിരിക്കാന്നല്ലാതെ അർത്ഥമുള്ളൊരു വർത്താനം ഒരു വായിൽ കിട്ടൂല. എന്നാണ് അത് അതിന്റെ സ്വഭാവമാണ്. അതൊക്കെ നമ്മുടെ ഉലമാ പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ആ വിഷയം ശ്രദ്ധിക്കാം. ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം. ഇവിടെ അല്ലാഹു തആല ചെടികളെ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്ന സസ്യങ്ങളെ സംബന്ധിച്ചാണ് തുടങ്ങുന്നത്. വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ, നിങ്ങൾക്ക് അല്ലാഹു ധാന്യങ്ങൾ തന്നു. ദുൽ അസ്ഫി, ധാന്യങ്ങൾ തന്നെ ഖബറുകളുള്ളത്, അതിന്റെ തൊലികളുള്ളത്. റൈഹാൻ, സുഗന്ധമുള്ള ദ്രവ്യങ്ങളും നല്ല വാസനയുള്ള പഴവർഗ്ഗങ്ങൾ, വാസനയുള്ള സ്പൈസുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ടല്ലോ. ആലാ എന്ന് പറഞ്ഞാൽ നിഅമത്തുകൾ എന്നാണ്. അല്ലാഹുവിന്റെ ഏത് നിഅമത്തുകളാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇവിടെ ഏറ്റവും വലിയ വിഷയം, നമ്മൾ നിഅമത്തിനെ സംബന്ധിച്ച് അത്ഭുതം പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ മുൻഇം ആരാണ് തന്നത്? അല്ലെ, പഴത്ത് ഭക്ഷിക്കുക, യാ അല്ലാഹ് എന്തോ ഒരു ടേസ്റ്റ് ഇല്ല പഴം, ഇത് എവിടുന്നാ നിങ്ങൾ വാങ്ങിച്ചത് ചോദിക്കുന്നുണ്ട് അല്ലെ. പടച്ചോനെ വാങ്ങുക, എന്തോ ഒരു ടേസ്റ്റാണ് ഇപ്പോ. അത് കുത്തിവെച്ചതാണോ അല്ലാത്തതോ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ആരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലേ. മണ്ണൊന്നാണ്. എല്ലാ ചെടികളും സ്വീകരിക്കുന്ന വെള്ളം ഒന്ന് തന്നെയാണ്. പച്ച വെള്ളമാണ് ഇതിന് കിട്ടുന്നത്. മഴ പെയ്താൽ കിട്ടുന്ന വെള്ളം ഒഴിച്ചെടുക്കുന്ന ഏത് ചെടികൾക്കും, ഓറഞ്ചിന്റെയും മുന്തിരിയുടെയും ഉറുമാൻ പൊമഗ്രനേറ്റ് എന്നല്ല പറയാം, ഉറുമാനിന്റെയും അല്ലേ, അതിന്റെ ഒക്കെ ചെടികൾ നിരനിരയായിട്ട് വെച്ച് ഇതിനെല്ലാം ഒരേ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരേ നിരത്തിൽ നിങ്ങൾ അതിന് കൃഷിക്കാവശ്യമായ വെണ്ണീറ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. പഴമായി വരുമ്പോ യാ അല്ലാഹ് പല നിറത്തിലും പല രുചിയിലുമുള്ള പഴങ്ങൾ. മണ്ണെന്ന് ഒരേ മണ്ണെന്ന് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. ഇത് ചിന്തിക്കാനുള്ള ഭാഗമാണ് ഇവിടെ. നമ്മൾ അത് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി കീസിന് കിലക്ക് എത്ര വില നമ്മൾ ആകെ ആലോചിക്കുന്നുള്ളൂ അല്ലേ. സുബ്ഹാനല്ലാഹ്, ഇത് എത്ര വലിയ നിഅമത്താണ്.
അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ ഇതിനെ സംബന്ധിച്ചാണ് ഒരുപാട് ഫസ്ലുകൾ ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ടവർ ഇവിടെ പറഞ്ഞ വിഷയം فَوَعَجَبًا كَيْفَ يُعْصَى الْإِلَٰهُ أَمْ كَيْفَ يَجْحَدُهُ الْجَاحِدُ وَلِلَّهِ فِي كُلِّ تَحْرِيكَةٍ وَتَسْكِينَةٍ أَبَدًا شَاهِدٌ وَفِي كُلِّ شَيْءٍ لَهُ آيَةٌ تَدُلُّ عَلَىٰ أَنَّهُ وَاحِدٌ. വ്യത്യസ്തമായ രുചികളും വ്യത്യസ്തമായ മണവുമുള്ള പല ടേസ്റ്റുകളുള്ള വ്യത്യസ്തങ്ങളായ ചെടികളിലൂടെ പല നിറത്തിലുള്ള പുഷ്പങ്ങളായും അല്ലാതെയും പഴവർഗ്ഗങ്ങളായും ചെടികളായും ധാന്യമായും ഒരേ മണ്ണിൽ നിന്ന് ഒരേ തരത്തിലുള്ള വെള്ളം സ്വീകരിച്ച് വ്യത്യസ്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ അത്ഭുതം. ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യൻ പറയാം ഇതൊക്കെ നാച്ചുറൽ സെലക്ഷൻ, ഇതൊക്കെ അങ്ങനെ ഉണ്ടായതാണ് എന്ന് പറയുന്ന മനുഷ്യ, കോടാനുകോടി മനുഷ്യർ മുഴുവനും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പച്ചയായ ചെടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ചലഞ്ചാണ്, ഇതൊരു വെല്ലുവിളിയാണ്. മനുഷ്യന്മാർ മുഴുവൻ കൂടട്ടെ, ഒരു ചെടി അവരായിട്ട് ഉണ്ടാക്കട്ടെ, ഒരൊറ്റ ചെടി കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ പറ്റില്ല. നമുക്ക് പറ്റും, ചൈനക്കാരുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ചെടി അത് പറ്റും, ഒറിജിനൽ കഴിയൂല. ജീവൻ കൊടുത്തിട്ടുള്ള മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. എന്നിട്ടും പറയും അങ്ങനെ ഉണ്ടാവുകയാണല്ലോ. അതൊക്കെ ബിഗ് ബാങ്ങിന് ശേഷം ഇങ്ങനെ ഉണ്ടായി തുടങ്ങുക, അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദ്. അല്ലാഹു ഏകനാണെന്ന് വിളിച്ചറിയിക്കുന്ന തെളിവുകൾ ഓരോ ചെടിയുടെ ഇലയിലും അതിന്റെ തണ്ടിലും പൂവിലും അതിന്റെ വിത്തുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യാ അല്ലാഹ്, സുബ്ഹാനക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്ന പഴവർഗ്ഗങ്ങൾ, അവിടുന്ന് മുന്തിരി തിന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായി എടുത്ത് മുന്തിരി കഴിച്ചു. അങ്ങനെ അവിടുത്തെ താടിയിലേക്ക് അതിന്റെ നീരുറ്റിയിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. താബഈങ്ങളിൽ പ്രമുഖനായ ഒരു താബഈ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, സഈദുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ബത്തക്ക തിന്നത്, വാട്ടർമെലൻ തങ്ങൾ തിന്നിട്ടുണ്ടെന്ന് ഹദീസിലുണ്ട്. പക്ഷെ അത് എങ്ങനെ തിന്നു, മുന്തിരി തിന്നത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ട്. ഓരോന്നായി പറിച്ചെടുത്ത് തിന്നു. മുന്തിരി കുല വായിൽ കടിച്ച് അതിന്റെ ഞെട്ടികൾ എടുത്തിട്ട് തങ്ങൾ കഴിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ആദത്തുകളാണ്. പക്ഷേ ഉലമാ അതുപോലും ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. എങ്ങനെ അത് അങ്ങനെ തന്നെ തിന്നണം. പക്ഷേ വാട്ടർമെലൻ എങ്ങനെ തങ്ങൾ തിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്തത് കൊണ്ട് ജീവിതകാലത്ത് തിന്നാതെ ജീവിച്ച മഹാന്മാരുണ്ട്. അത്രയും ആ സ്നേഹത്തിന്റെ കാഠിന്യമുണ്ട്. അങ്ങനെ ഞാനിപ്പോ എങ്ങനെ തങ്ങൾ തിന്ന പോലെ അങ്ങ് തിന്നാൻ കഴിയില്ലല്ലോ, അത് വേണ്ട, അത് മതി. സുബ്ഹാനല്ലാഹ്, നമുക്കും ഇതൊക്കെ എക്സ്ട്രീമിസ്റ്റ് ആണല്ലോ. ഇത് ഹുബ്ബാണ്, ഇതാണ് ഹുബ്ബ്. അത് ഹൃദയത്തിലേക്ക് കടക്കുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. وفي كل ولله في كل تحريكة وتسكينة أبدا شاهد. എല്ലാറ്റിലും ചെടികളുടെ അനക്കത്തിലും അടക്കത്തിലും ഉണ്ടല്ലോ അല്ലെ? എല്ലാ ചെടികളും കൊഴിഞ്ഞു വീഴുന്ന ഓരോ ഇലയും എത്രയാണ് എന്നവൻ കൃത്യമായി റബ്ബിനറിയാം. ശുദ്ധ ഖുർആൻ. എത്ര ഇല വീഴും നമ്മുടെ മുറ്റത്ത് അടിച്ചുവാരുന്ന ചെടികളിൽ എത്ര ഇല വീണിട്ടുണ്ടെന്ന് അടിച്ചുവാരുന്ന പെണ്ണിനറിയില്ല. പക്ഷെ റബ്ബിന്റെ കിതാബിൽ അല്ലാഹുവിന്റെ കണക്കിൽ ഇതൊക്കെ കൃത്യമാണെന്നാണ്. റാൻഡംനെസ് അല്ല, അത് കൃത്യമായിട്ട് അല്ലാഹുവിനറിയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എല്ലാ ഇലകളും എത്ര വീഴുന്നു, എത്ര എണ്ണം വീഴാനിരിക്കുന്നു, എല്ലാം അല്ലാഹുവിന് എണ്ണം അറിയാം, കൃത്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാണ്, ചെടികൾ നിൽക്കുന്നതിന്റെ നൃത്തം വലിയ അത്ഭുതമല്ലേ? കാരണം നമ്മളൊരു ടെന്റ് വലിച്ചു കെട്ടുകയാണെങ്കിൽ ആ ടെന്റ് വീഴാതിരിക്കാൻ ഓരോ 4 മൂലകളിലേക്കും ആണിയടിച്ച് വലിച്ചു കെട്ടി നിർത്തണം അല്ലെ? കാറ്റ് വന്നാൽ വീണ് പോണ്ട. കല്യാണത്തിനൊക്കെ മണ്ഡപങ്ങളായതുകൊണ്ടാവുന്നില്ല അല്ലെ? എന്നാലും നമുക്ക് ആലോചിക്കാലോ, ആ ഒരു പന്തല് നിൽക്കണമെങ്കിൽ എത്ര സ്ട്രോങ്ങിൽ കയർ, എല്ലാ തൂണും വെച്ചിട്ട് ലാസ്റ്റ് ഒരു കയറുകൊണ്ട് കണ്ടിട്ട് വലിയ 2 ഭാഗത്തേക്കും അല്ലെ വെച്ചിട്ട്. എന്തിനാ ഈ സെറ്റപ്പ്? ആകാശത്തേക്ക് പടർന്നു നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ അല്ലെ? വില്ലോ, അതുപോലെ തന്നെ ഓക്ക്, വലിയ വലിയ വൃക്ഷങ്ങളുണ്ട്. ഇതൊക്കെ പടർന്നു നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളാണ്. കാറ്റ് വന്നാൽ വീണു പോവാതിരിക്കാൻ വേണ്ടി
ആ ചെടികൾക്ക് ഈ കയറ് പിടിച്ചു കെട്ടുന്ന പോലെ വേരുകൾ അടിയിലൂടെ പടർത്തിക്കൊണ്ടുപോയിട്ടാണ് ഈ വലിയ മഹാവടാവൃക്ഷങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ താങ്ങി നിർത്തുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പല്ലേ? ചെടികളും വൃക്ഷങ്ങളും അത്ഭുതങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ റബ്ബിനെ ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ വേരുകൾ അങ്ങനെയാണ്. ഭൂമി എത്ര വലുതാകുന്നുണ്ടോ വൃക്ഷം, അതിനനുസരിച്ച് വേരുകൾ പടർന്നു പോയിക്കൊണ്ടിരിക്കും, കാറ്റത്ത് വീഴാതിരിക്കാൻ.